നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെതിരെ വന്ന വലിയൊരു അലിഗേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ MDMA ഉപയോഗിച്ചു, MDMA ക്യാരിയറായി, അതുപോലെ MDMA അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് വന്നു, അവർക്ക് കൊടുത്തു ഇവർക്ക് കൊടുത്തു, അവരോട് തിന്നാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ അവരിങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്ന സമയത്ത് എനിക്കെതിരെ വലിയ രീതിയിലുള്ള ബുള്ളിങ്, സൈബർ ബുള്ളിങ്, ഒബ്വിയസ്ലി അത് എനിക്ക് നല്ല രീതിയിൽ ശത്രുക്കളുണ്ടെന്ന് പറയുന്നത് എങ്ങനെ, ഞാൻ പൊളിറ്റിക്സ് പറയുന്നത് കൊണ്ടിട്ട് ഞാൻ വിമർശിക്കുന്നതിൻ്റെ പേരിൽ ഞാൻ നല്ല രീതിയിൽ ഫയർ ചെയ്യുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ട് എനിക്ക് തെറ്റെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എവിടെയും വിളിച്ചു പോവും, സംസാരിക്കും. അപ്പം ഇതിൻ്റെയൊക്കെ പേരിൽ ഞാൻ ആക്രമിക്കപ്പെടുന്നത് ചില്ലറ രീതിയിലൊന്നുമല്ല. മേ ബി എനിക്കിത് വേണം എന്ന് വെച്ചാൽ നമ്മളുടെ ആക്ടിവിറ്റികളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പുറത്ത് നമ്മൾക്കൊരു മുഖവും നമ്മളെ ഇന്റേണലി നമ്മൾ എന്താ പറഞ്ഞേ, നമ്മൾ ഭയങ്കര സ്നേഹമുള്ള ഒരാൾ എല്ലാവരെയും സഹായിക്കുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം ഇത്ര ഹെൽപ്പൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ കുറേ പഴികൾ കേൾക്കേണ്ടി വരുന്നു, ജീവിതത്തിൽ കുറേ അനുഭവിക്കേണ്ടി വരുന്നു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം 15 കൊല്ലമായി ഞാൻ ഈ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സജീവമായിട്ടൊക്കെ വന്നു തുടങ്ങിയിട്ട്. അപ്പം എത്രയോ കാലങ്ങൾക്ക് മുമ്പേ എനിക്കെതിരെ പലതരത്തിൽ കേസുകൾ, അതായത് ഞാൻ മോശക്കാരിയാണെന്ന് തുടങ്ങി വളരെ വൃത്തികെട്ട രീതിയിലുള്ള പല അലിഗേഷൻസുകൾ എനിക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും എനിക്കൊന്നും സോഷ്യൽ മീഡിയ കുറേ കൂടെ സജീവമായത് കൊണ്ടിട്ടായിരിക്കും നമുക്ക് ഈ സോഷ്യൽ ബുള്ളിങ് ഭയങ്കരമായിട്ട് വന്നു തുടങ്ങിയതെന്ന് തോന്നുന്നു. അപ്പം ഏത് കാറ്റഗറിയിൽ നമ്മൾ നിൽക്കുന്ന സമയത്തും അതത് സമയത്തുണ്ടായിരുന്ന സോഷ്യൽ സ്പേസുകളിൽ ഈ വിഷയങ്ങളല്ല, പല വിഷയങ്ങളും എനിക്കെതിരെ പലതരത്തിൽ വന്നിട്ടുണ്ട്. അത് ഞാൻ ഈ സംസാരിക്കുന്നതിൻ്റെ പേരിൽ, ഞാൻ പ്രതികരിക്കുന്നതിൻ്റെ പേരിൽ, ഞാൻ സ്റ്റാൻഡ് ചെയ്യുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാനൊരു ഇടതുപക്ഷ സഹയാത്രികയായിട്ടുള്ള ഒരാളാണ്. അപ്പം എനിക്ക് എൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങൾ, കാര്യങ്ങളൊക്കെ തുറന്നു പറയുമ്പോൾ മറ്റു പൊളിറ്റിക്കൽ ടീമുകൾക്ക്, ഇപ്പം കോൺഗ്രസ്സുകാർക്കായിക്കോട്ടെ അല്ലെങ്കിൽ ബി ജെ പിക്കാരാണ് കൂടുതൽ, അവർക്കൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ എൻ്റെ അടുത്തുണ്ടായിട്ടുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് എനിക്കൊരു എന്താ പറയുക, എനിക്കതൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. കാരണം പൊളിറ്റിക്സ് എപ്പോഴും നമ്മൾ തുറന്നു പറയുന്ന സമയത്ത് നമുക്ക് ശത്രുക്കളുണ്ടാകും, ഒബ്വിയസ്ലി. അപ്പം ഞാൻ അതിനങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം സൈബർ ഇടത്ത് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ ഭൂരിഭാഗമുള്ളതും BJP അനുഭാവികളായിട്ടുള്ള ആളുകളും, അതുപോലെ തീവ്ര മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളും, അതുപോലെ മെനിനിസ്റ്റ് ടീമുകളും എന്നെ പർപ്പസ്ഫുള്ളി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനൊരു പോസ്റ്റ് ഇട്ടാലും ഞാനൊരു വീഡിയോ ഇട്ടാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വരുന്ന ചില കമൻസുകളും ചില സാഹചര്യങ്ങളും ഒക്കെ അത് നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം എല്ലാവരും ഇരുന്നുകൊണ്ട് പറയും അവർ നടത്തിയ ആരോപണത്തിൽ ഞാൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യേണ്ടത്. അവരുടെ ഒരു ആരോപണം ഏതെങ്കിലും രീതിയിൽ അവരൊരു പ്രൂഫ് നിങ്ങളെ മുന്നിൽ കാണിച്ചിട്ടാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഇവിടെ ഇരുന്നത്, ഇപ്പം എനിക്ക് ഒരുപാട് ആളുകൾ എനിക്ക് ഇതിടുന്നു, നിമിഷ നിങ്ങൾ MDMA ആണ് എന്ന് ഞാൻ പറയുകയാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഞാനൊരു പ്രൂഫ് പോലും സബ്മിറ്റ് ചെയ്യാതെ നമ്മൾ ഇത്തരത്തിലൊരു അലിഗേഷൻ ചെയ്യുന്ന സമയത്ത് കിട്ടി, ദിയാസനെ അടിക്കാനുള്ള ആയുധം കിട്ടി, ദിയാസനെ അങ്ങ് ആക്രമിച്ച് ഇല്ലാതാക്കി കളയാം, എന്നാൽ ദിയാസനയ്ക്ക് കൊടുക്കാനുള്ളത് മുഴുവനും അങ്ങ് കൊടുക്കാം എന്നും പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ എന്നെ ആക്രമിക്കാൻ വരുമ്പോൾ അങ്ങനെ അത് അടികിട്ടുമെന്ന ഒരു ഭയവും എനിക്കില്ല. പക്ഷെ എനിക്ക് സമൂഹത്തെ ബോധിപ്പിക്കേണ്ട ആവശ്യകതയുണ്ട്. കാരണം എന്നെ ചോദ്യം ചെയ്യുന്നത് പബ്ലിക്കാണ്. അപ്പോൾ ഞാൻ റെസ്പോൺസിബിൾ പേഴ്സൺ ആണ് നിങ്ങളെ മുമ്പിൽ ആൻസർ നൽകാൻ. അങ്ങനെയാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ വന്നിരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം ഞാൻ പറയുന്ന വിഷയങ്ങൾ ഭയങ്കര മോശപ്പെട്ട കാട്ടപരാധങ്ങളാണെന്നറിയാം. ഓൾറെഡി നമ്മളോട് ഇഷ്ടമില്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ടാവും. അവർക്ക് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ക്ലാപ്പ് ചെയ്ത് കൊട്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയൊരു ആക്സസ് കൂടിയാണ് ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അപ്പം എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ അലിഗേഷൻ വെച്ചാൽ ഞാൻ ഇരുന്നുകൊണ്ട് പറയട്ടെ, സജ്ന നൂറിന് HIV പോസിറ്റീവ് ആണെന്ന് ഒരു പ്രാവശ്യം അവൾ അന്വേഷിക്കണം, ചെക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഇയാൾ ഭയങ്കര പ്രശ്നമാണ്, ഇയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഈ റസൂൽ പൂക്കുറ്റി ഒരുപാട് പെണ്ണുങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്, എടി ഇവൾക്ക് ആയിട്ടാണ് ഇയാളുടെ റിലേഷൻഷിപ്പ്. അത് നിങ്ങൾ ഓഡിയോ കേട്ടിട്ടുണ്ടാവും. അത്രയും ആളുകളുടെ റിലേഷൻഷിപ്പ് ഉണ്ട്, അപ്പോൾ എനിക്ക് വല്ല അസുഖം വരുമെന്നൊരു എനിക്ക് പേടിയുണ്ട്, എനിക്കൊരു ചെക്കിങ് നടത്തണം എന്നൊക്കെ അവൾ പറഞ്ഞു. ഈ സാധനങ്ങളെയൊക്കെ പബ്ലിഷ് ചെയ്ത് ഞാൻ ഇവൾ പറഞ്ഞ വിഷയത്തെ വളരെ ഗൗരവമായിട്ട് കണ്ട ആളുകളുടെ മുമ്പിലേക്ക് കോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആളുകൾ അതെങ്ങനെ എടുക്കുന്നത്, ആളുകൾ അതിന് തംബ്നെയിൽ ഉണ്ടാക്കിക്കൊണ്ടുവരും.
ഞാൻ ഒരിക്കലും അത്തരത്തിലൊരു സാധനം ചെയ്തില്ല. ബട്ട് ഇന്ന് ഇതിവിടെ എനിക്ക് സംസാരിക്കേണ്ടി വരുന്നത് അവളുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, എസ്പെഷ്യലി ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിരുന്നത് കൊണ്ട് തന്നെ, ആ സർക്കിളുകളിൽ ഞാൻ ഉണ്ടായിരുന്നത് ആളുകൾക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് എന്നെ ബാധിച്ചത് 24 മണിക്കൂറുകളാണ്. അപ്പം സജിനയുടെയും റസുൽ പൂക്കുട്ടിയുടെയും കാട്ടവരാത അവിഹിതങ്ങൾ മറയ്ക്കാൻ വേണ്ടി ദിയാസനയെ കരുവാക്കിക്കൊണ്ട് കാണിച്ച ഈ ഒരു നടപടി, അതിനെതിരെ കൃത്യമായിട്ട് ഞാൻ മൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെ പ്രധാനമായിട്ട് നിങ്ങളോട് പറയുന്നത്, ഞാൻ ഈ വിഷയം അറിഞ്ഞ് ഓൺ ദ സ്പോട്ടിൽ വൈകുന്നേരം തന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ ഡിഫോമേഷന് ഞാൻ ഫയൽ ചെയ്തു. അതിന് കുറച്ച് പ്രോസസ്സുകൾ ഉണ്ടായിരുന്നത് കൊണ്ടിട്ട് കുറച്ച് ഡിലേ വന്നായിരുന്നു. ഇപ്പം അത് പാസ്സായിട്ടുണ്ട്. ആ സാധനം അവൾക്കൊരു വക്കീൽ നോട്ടീസ് അയച്ചു. അവൾ പറഞ്ഞ അഡ്രസ്സിലേക്കാണ് അയച്ചിട്ടുണ്ടായിരുന്നത്, ഞങ്ങൾക്കൊക്കെ അറിയുന്ന അഡ്രസ്സിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ആ വീട് മാറിപ്പോയി. അതായത് അവൾ ആരോപിച്ച എനിക്ക് നല്ല പ്രൈവസിയൊക്കെ ഉള്ള, ഭയങ്കര ഹാപ്പിനെസ് ഉള്ള, ഭയങ്കര സന്തോഷമുള്ള ഒരു വീടുണ്ടായിരുന്നു. ഇത് എന്തെന്ന് ശാസ്തമംഗലത്ത് ഒരു വീട്. ആ വീട്ടിൽ നിന്ന് അവൾ പോയി ഗൈസ്. ആ വീട്ടിൽ നിന്ന് അവൾ പോയി. വലിയ പ്രൂഫായിരുന്നല്ലോ അത്, ദിയാസനയ്ക്കെതിരെയുള്ള ആ പ്രൂഫിനെ കളഞ്ഞിട്ട് അവൾ ഓടിപ്പോയി ഗൈസ്. മനസ്സിലായോ? നിങ്ങളത് മനസ്സിലാക്കണം. അവിടുന്ന് പോയി. ഇതുവരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ അവളുടെ ഭാഗത്ത് നിന്ന് വിളിപ്പിച്ചു. ഇതുവരയ്ക്കും വന്നിട്ടില്ല. ഓക്കെ, ഇതുവരയ്ക്കും ആ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ ആയിട്ട് വിളിപ്പിച്ചിട്ട് അവൾ വന്നിട്ടില്ല, ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്തില്ല. മ്യൂസിയം പോലീസ് സ്റ്റേഷൻ അത് FIR ആക്കി. ഞാൻ ഇന്ന് കമ്മീഷണർ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. കാരണം നിരന്തരം 3-4 വീഡിയോകളായിട്ട് അവർ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി വളരെ കൃത്യമായിട്ട് പറയാം. എനിക്കെതിരെ വന്ന അലിഗേഷനിൽ സമൂഹത്തിന്റെ മുമ്പിൽ പറയാണ്, ഞാൻ ടെസ്റ്റ് റിപ്പോർട്ട് എടുക്കാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ റിസൾട്ട് വരും, വെയിറ്റ് ആൻഡ് സീ നിങ്ങൾ. ഓക്കെ, അതൊന്ന്. കാരണം നമുക്ക് ആക്സസബിൾ ആകുന്ന ടെസ്റ്റ് റിപ്പോർട്ടുകൾ നമുക്ക് എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ ആര് വേണമെങ്കിലും ഒരു പരാതി കൊടുത്ത് അതിന്മേൽ അന്വേഷണം നടത്തി അതിന്റെ ഫർദർ ആയിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ, ഏത് ടെസ്റ്റ് റിപ്പോർട്ട് എടുക്കാനാണെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക. അതിവിടുത്തെ നിയമമാണ്. അല്ലാതെ നമ്മൾ എടുത്തേ കൊടുത്തോന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളും പറ്റത്തില്ല. പിന്നെ ഇത് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് നിങ്ങളുടെയൊക്കെ മുമ്പിൽ ബോധിപ്പിക്കാൻ തന്നെയാണ്. കാരണം എനിക്ക് ബോധിപ്പിക്കേണ്ട അവസ്ഥ വന്നു. റസുൽ പൂക്കുട്ടിയെ പോലെ ഒരുത്തനെ പിടിച്ചതിന്റെ പേരിൽ, അല്ലെങ്കിൽ സജിനയെ പോലെ ഒരു ഫ്രോഡിനെ ഞാൻ പബ്ലിഷ് ചെയ്തതിന്റെ പേരിൽ ഞാൻ കേൾക്കേണ്ടി വന്ന പഴിക്ക് ഞാൻ മാത്രമാണ് റെസ്പോൺസിബിൾ. അപ്പോൾ ഞാൻ നിങ്ങളെ മുമ്പിൽ അത് പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ സൈഡ് നിങ്ങളെ മുമ്പിൽ ബോധിപ്പിക്കണം. അത് ഞാൻ നിങ്ങളെ മുമ്പിൽ ബോധിപ്പിക്കും. എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം എന്തൊക്കെ നിങ്ങൾക്ക് വേണോ അതെല്ലാം ഞാൻ നിങ്ങളെ കൊണ്ട് ബോധിപ്പിക്കും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇവിടെ ഇരിക്കുന്ന കുറേ സപ്പോർട്ടേഴ്സ്, കുറച്ച് പൊതുബോധം ഒക്കെ തന്നെയാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നത്. ഞാൻ ഫൈറ്റ് ചെയ്ത് വന്നത് എങ്ങനെയാണെന്നുള്ള കൃത്യമായ ബോധ്യം എനിക്കുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു വിഷയം പബ്ലിഷ് ചെയ്തതിന്റെ പേരിൽ ഷഫീന ബീവി എന്ന് പറയുന്ന ചാനലിന് റസുൽ പൂക്കുട്ടി കൊടുത്ത കൊട്ടേഷന്റെ ഭാഗമായിട്ട് എൻ്റെ പാസ്റ്റ് റിലേഷൻ, അതായത് എൻ്റെ ലൈഫിൽ നടന്ന ഒരു പാസ്റ്റ്, അതായത് ഇന്നെ വിവാഹം കഴിച്ച അയാളുടെ അമ്മയെയും സഹോദരിയെയും ഇതിനകത്ത് കൊണ്ടുവന്നു. ഒരു കണക്കിന് അതെനിക്ക് നല്ല സൗകര്യമായി. അതെന്താന്ന് അറിയാവോ? നിലവിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നെടുമങ്ങാട് കോടതിയിൽ. അപ്പോൾ അതിൻ്റെ ഒരു കുറേ കഥകൾ കഴിഞ്ഞു. ഏകദേശം 17 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ്. ഇപ്പോഴും നെടുമങ്ങാട് കോടതിയിൽ നടക്കുന്നു. ഒരു 5-6 വട്ടമായിട്ട് ഞങ്ങളുടെ കാല് പിടിച്ച് എങ്ങനെയെങ്കിലും കേസ് ക്ലോസ് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞ് വന്നിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാത്ത ഒരു ദിയാസന ഉണ്ടായിരുന്നു പാസ്റ്റിൽ. അന്ന് എനിക്ക് ഷജ്ന എന്നുള്ള പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഗാർഹിക പീഡനവും എൻ്റെ 2ാമത്തെ കുഞ്ഞിനെ അടിവയർ നോക്കി ചവിട്ടി അബോഷനുമായ സാഹചര്യത്തിൽ നിന്നാണ് ദിയാസന ആ വീടും നാടും കുടുംബവും ഒക്കെ വിട്ടിട്ട് അവിടെ നിന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഈ ഇടത്ത് എത്തിയിരിക്കുന്ന എനിക്ക് ഇത്തരത്തിലുള്ള ഒരു സാധനങ്ങളും ഒന്നുമല്ല. പക്ഷെ സമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ റെസ്പോൺസിബിൾ പേഴ്സൺ ആയതിന്റെ പേരിൽ നിങ്ങളെ മുമ്പിലേക്ക് എനിക്ക് പല കാര്യങ്ങളും പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ അടുത്ത് കൂടുതൽ സംസാരിക്കണം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ആ വിഷയങ്ങളിൽ ഞാൻ റെസ്പോണ്ട് നൽകുന്നതായിരിക്കും നിങ്ങൾക്ക്. അജിത്ത് കുമാർ എന്ന് പറയുന്ന ഇയാള് എൻ്റെ ഫേസ്ബുക്കിനകത്ത് ഓൾറെഡി വന്നിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ എന്നെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്, ടാർണിഷ് ചെയ്യുന്നുണ്ട്.
അപ്പം ഇപ്പം അയാൾ എൻ്റെ ഇൻബോക്സിനകത്ത് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതായത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിരുന്നു. അയാൾ ഇതേ ഒരേ കമൻറ്റ് പല ആവർത്തിയിട്ട് ഇടുന്നുണ്ട്. അത് ഞാൻ വായിക്കാം എന്തായാലും. പോലീസ് സ്റ്റേഷനിൽ പോയി എന്നെ സജിന അപമാനിച്ചു, ഞാൻ MDMA അല്ല എന്ന് എനിക്കിട്ട് തെളിയിക്കണം. പോലീസ് സാർ എന്ന് തൂഫാൻ വെച്ച് സ്വന്തമായി പോകാൻ പറഞ്ഞ് ചെല്ല്, സൽപ്പേര് നേടിയെടുക്കേണ്ടത് സ്വയമല്ലേ എന്ന്. അതായത് ഇയാൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ചെന്നിട്ട് ഞാൻ MDMA അല്ല സാർ എന്നെ പരിശോധിക്കണം സാർ, എന്നിട്ട് എന്നെ ചെക്ക് ചെയ്ത് പബ്ലിഷ് ചെയ്യണം സാർ എന്ന് പറയണതല്ലേ എൻ്റെ ഹീറോയിസം എന്നാണ് ഒരു മുട്ടത്തലയും വെച്ചിട്ട് ഒരു നാറി വന്ന് ഇവിടെ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഇത് എന്താണെന്നുള്ളത്, ടാർഗറ്റിംഗ് ആണെന്നുള്ളത്. താങ്ക് യു സോ മച്ച് നന്ദിനി, താങ്ക് യു കരിഷ്മ, താങ്ക് യു ഡിയർ, താങ്ക് യു മെഹക്, താങ്ക് യു സോ മച്ച്. എനിക്കറിയില്ല ഇങ്ങനൊരു കൂട്ടുകാരി എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് പറയാൻ എനിക്കറിയില്ല ബ്രദർ, എനിക്കറിയത്തില്ല. ഇത് കൂട്ടുകാരിൽ നിന്നും ഇതിനെ പറയാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നാണോ എനിക്കറിയാം, ഞാൻ വളരെ വൃത്തികെട്ട കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ഈ സ്ത്രീ എപ്പോഴാണോ എനിക്കെതിരെ MDMA എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത്, അതിനുശേഷം ഞാൻ കുറെ ഇവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു. അതിന്റെ പ്രൂഫായിട്ട് 1-2 ഓഡിയോ റെക്കോർഡുകൾ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 1-2 ഓഡിയോ റെക്കോർഡുകൾ, അതായത് അത് മൊത്തം എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഫിറോസ് ഖാൻ ഏതെങ്കിലും റെക്കോർഡുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിലോ മറ്റോ അത് ഈ പറഞ്ഞ സജിന നൂർ എല്ലാ ആളുകൾക്കും, സജിന നൂർ ഏകദേശം ഒരു 12ഓളം ആളുകൾക്ക് റെഗുലർ ആയിട്ടിരുന്ന ഒരു പ്രശ്നം വരുന്ന സമയത്ത് അയാൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വോയിസ് റെക്കോർഡുകൾ അയക്കാറുണ്ട്. ഇന്ന് തന്നെ സജിന നൂറിന്റെ സ്റ്റോറിയിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും സജിന എല്ലാം ഡിലീറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, ഡിലീറ്റ് ചെയ്ത പോർഷനിലെ ഒരു സംഭവമാണ് ഞാൻ എടുത്തു. ചട്ടിയും കലവും ആകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും, അപ്പൊ അതൊക്കെ അങ്ങ് വിട്ട് കളയടി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഫോണിൽ പല രീതികളിലുള്ള അൺനോൺ കോൾസുകൾ ഇവൾ ചെയ്യിച്ചിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. അതിന്റെ ഫുൾ ഡീറ്റെയിലും വെച്ചിട്ട് ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. ഇന്നത്തെ പരാതിയിൽ ആ ഡീറ്റെയിൽ ഒക്കെ വെച്ചിട്ടുണ്ട്. വാട്സപ്പിന്റെ ഒരു ഓപ്പൺ സ്പേസിനെ എടുത്തപ്പോഴത്തേക്കും അതിനകത്താണ് സജിനയുടെ 2ാമത്തെ നമ്പർ. ഞാൻ കമ്മീഷണർ ഓഫീസിൽ ഇരിക്കുന്ന സമയത്താണ്, കമ്മീഷണർക്ക് അറിയാം ഞാൻ അത് എപ്പോഴാണ് അങ്ങനെ ഒരു കോള് വരുന്നെന്നുള്ളത്. അതായത് സജിനയുടെ ഒഫീഷ്യൽ നമ്പർ വേറെയും സജിനയുടെ വാട്സപ്പിനകത്ത് കിടക്കുന്ന നമ്പർ വേറെയാണ്. അപ്പൊ വാട്സപ്പിനകത്ത് കിടക്കുന്ന നമ്പറാണ് വാട്സപ്പിനകത്തൂടെ കയറാൻ പറ്റുന്നത്. കാരണം അത് മെയിൻ ഇതിനകത്ത് കിടക്കുന്നില്ല, എനിക്ക് വാട്സപ്പിൽ മാത്രമേ കയറാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ ഇവളെ ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നിട്ട് ഇന്നലെ സൺഡേ എൻ്റെ ഫോൺ അൺബ്ലോക്ക്ഡ് ആയിരിക്കുന്നുണ്ട്. കാരണം ഞാൻ റീസെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോൺ. പല നമ്പറുകളും ബ്ലോക്കും അൺബ്ലോക്കും എങ്ങനെ ആയിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. അൺബ്ലോക്ക്ഡ് സൺഡേ ആയിട്ടുണ്ട് എൻ്റെ ഫോണിൽ, അതിൻ്റെ പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇന്ന് അവരുടെ നമ്പർ വാട്സപ്പിൽ നിന്ന് എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇരുന്നിട്ട് കമ്മീഷണറുടെ മുമ്പിൽ വെച്ചിട്ട് എഴുതാൻ വേണ്ടി പോകുമ്പോൾ വീഡിയോ കോൾ ഓപ്പൺ ആയി പോവുക എൻ്റെ കൈ തട്ടിയിട്ട്. കാരണം ഞാൻ കുറച്ച് ഇമോഷണലി ആയിരുന്നു ആ സ്ഥലത്തിരുന്നത്. അപ്പം തന്നെ ഞാനത് കട്ട് ചെയ്തു. അപ്പോഴും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ട് 2:30 മണിയായപ്പോഴത്തേക്കും ഇവളുടെ ഒരു വീഡിയോ കോൾ തിരിച്ചു വരികയാണ്. അപ്പൊ പർപ്പസ്ഫുള്ളി അങ്ങനെ ഒരു കാര്യം ചെയ്തതല്ല. അവളാണ് വന്നിരുന്നിട്ട് മറ്റേ തട്ടിയും കലവും ആകുമ്പോൾ പൊട്ടിയും തട്ടിയൊക്കെ ഇരിക്കും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞത്. ഒരു രീതിയിലും വന്നിരുന്നിട്ട് ഇത്രയും പ്രശ്നം നടക്കുമ്പോൾ ഒരു വീഡിയോ കോൾ ചെയ്യാന്ന് പറയണത് ഇനി അത് അവള് അതിനെ വലിയ രീതിയിൽ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ വേണമെന്നുണ്ടെങ്കിൽ അത് റസൽ പൂക്കുറ്റിയുടെ അവിഹിതം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചതാണ്. കാരണം എൻ്റെ കയ്യിൽ കുറച്ച് പ്രൂഫുകളുണ്ട്, അതാണ്. അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെ അതും കൂടെ കിടക്കട്ടെ. അവളെടുത്ത് സ്റ്റോറി വെച്ചിരിക്കുന്നു എന്തെന്ന്, അത് എനിക്ക് വന്നതാണ് കോള്, ഞാൻ തിരിച്ചു വിളിച്ചത് എൻ്റെ കൈ തട്ടി അറിയാതെ പോയതാണ് കേട്ടോ, അപ്പം കോംപ്രമൈസ് ചെയ്ത് ഞാൻ വിളിച്ചേക്കണ്. തേങ്ങര അരി നീ ജന്മത്ത് നീ മുക്കിളിയിൽ തൂറൂല മോളെ, പുറകെ നടന്ന് തുരത്തി വരും ഞാൻ. അങ്ങനെ ജന്മത്ത് നീ മൂടിൽ ഒതുങ്ങിയിരിക്കൂല. നിന്റെ റസുൽ പൂക്കുട്ടിയും നീയും ചില്ലറ ഓട്ടോ എന്നല്ല ഓടാൻ പോകുന്നത്, അമ്മാതിരി ഓട്ടോ ഓടും. ഞാൻ പെണ്ണാണെന്നുണ്ടെങ്കിൽ ഓടും, ഇല്ലെന്നുണ്ടെങ്കിൽ നീ എന്നെ എന്തെങ്കിലും ചെയ്യണം. ഓക്കെ, നീ എന്തെങ്കിലും ചെയ്യുന്നത് വരെ ഞാൻ ഓടും നിന്റെ പുറകെ. ഞാൻ വെറുതെ ഒന്നും വിടത്തില്ല. ഒരാൾ ഇതാക്കണ്ട. സമൂഹം ഇരുന്നുകൊണ്ട് പറയണ എന്താണെന്നറിയാവോ, കുറെ കാട്ടവരാധികൾ വന്നിട്ട് കുറെ അപരാധം അങ്ങ് കാണിക്കുക. കുറെ കാട്ടവരാധികൾ ഇവളമാരത് കാണാനാണ് ഇവിടത്തെ ഇവിടെ കാണണ്ടടേ. കാണാത്ത കുറെ കാട്ടവരാധന്മാരുണ്ടെന്നുണ്ടെങ്കിൽ അവന്മാര് കാണണ്ട, നിങ്ങൾ കാണരുത്. നിങ്ങൾ ആരും നിർബന്ധിപ്പിച്ച് കാണിപ്പിക്കുന്നില്ല. ഒരു മനുഷ്യൻ ഫേസ് ചെയ്തോണ്ടിരിക്കുക, ആ മനുഷ്യൻ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുക, റിയാക്ട് ചെയ്തോണ്ടിരിക്കുക. ആ മനുഷ്യന്റെ അവസ്ഥ കാണുമ്പോഴത്തേക്ക് കുറെ ഈ സ്ത്രീക്ക് മാനസിക പ്രശ്നം എന്തുകൊണ്ട് ഈ സ്ത്രീയെ പിടിച്ചടക്കാൻ നോക്കി നിങ്ങൾ ആരെങ്കിലും ഒക്കെ അടക്കി തന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു റിലാക്സേഷനാ.
ശരിക്കും ഇവരടങ്ങാത്തടത്തോളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവരിനി അടങ്ങിയാലും എനിക്ക് കുറേ അധികം പറയാനുണ്ട്. കാരണം എനിക്ക് ഈ MDMA എന്ന് പറയുന്ന ടൈറ്റിൽ സ്പോൺസർ ഉണ്ടാക്കി തന്ന ഈ സജ്ന നൂറിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അത് വേറെ കാര്യം. ഉള്ള സ്റ്റോറി കണ്ടാൽ അറിയാം ഫേക്കാണെന്ന്. ഓക്കെ, വിടല്ലേ ആ കള്ളിയെ? വിടില്ല, ഒരിക്കലും വിടില്ല. ആ കള്ളിയുടെ അവസാനവും എൻ്റെ കയ്യിൽ കൊണ്ടാവത്തുള്ളൂ. മിക്കവാറും ആ കള്ളി ചെയ്യുന്ന എല്ലാത്തിനും ഇനി ഞാൻ റെസ്പോൺസിബിൾ ആകേണ്ടി വരും. എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. ഈ ഷഫീന ബീവിയെ പോലെ, ഈ സജ്ന നൂറിനൊക്കെ പോലെയുള്ള ഫ്രോഡുകൾ, സ്വന്തം മക്കളെ വരെ ബുള്ളി ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കുന്ന നാറികൾ, സ്വന്തം കുടുംബത്തിന് ഒരു ഉപയോഗം ഇല്ലാത്ത നാറികൾ, എനിക്കൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എൻ്റെ ജീവിതം എനിക്ക് നോക്കണം. എനിക്ക് കാശ് കഷ്ടപ്പെട്ടാൽ മാത്രമേ എൻ്റെ കുടുംബം നോക്കാനും എൻ്റെ മോനെയൊക്കെ നോക്കാനൊക്കെ പറ്റത്തുള്ളൂ. അല്ലാതെ ഞാൻ ഇവളെ പോലെയൊന്നും പോയിട്ട് കുറെ കാട്ടവരാതം കാണിച്ച് കുറെ ആളുകളെ കൂടെ പോയി കുറെ ആളുകളെ പണം തട്ടിപ്പും നടത്തി കുറെ ആളുകളെ പറ്റിച്ചും കുറെ ആളുകളെ വെട്ടിച്ചും ഒന്നുമല്ല എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഇവിടെ റസൂൽ പൂക്കുട്ടി ഇരിക്കുമ്പോഴും അപ്പുറത്ത് 2-3 എണ്ണത്തിനെ വെച്ചുകൊണ്ടിരുന്നിട്ട് തന്നെയാണ് അവളെ പരിപാടി. അവൾ എത്ര ലക്ഷം രൂപ ആരൊക്കെ കയ്യിൽ നിന്ന് എവിടെ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളതിന്റെ പ്രൂഫ് ഉൾപ്പെടെ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. സജ്ന ചേച്ചി കുറെ ഫേക്ക് കാശ് കൊടുത്ത് വീഡിയോ അടിയിലും പൊക്കി ഉള്ള കമന്റ്സ് ആണ്. അതുകൊണ്ട് സജ്ന ചേച്ചി അല്ല, റസൂൽ പൂക്കുട്ടി. സജ്ന ചേച്ചിയുടെ ഒരു തേങ്ങയുമില്ല. റസൂൽ പൂക്കുട്ടി പറ്റിക്കാൻ കൊടുത്തത്. ഇപ്പോഴും റസൂൽ പൂക്കുട്ടിയുടെ വിചാരം വയറ്റി കിടക്കുന്നത് റസൂൽ പൂക്കുട്ടിയുടെ ആണെന്ന് പോലും അറിഞ്ഞൂടാ ശരിക്കും. എന്നിട്ട് റസൂൽ പൂക്കുട്ടി വരണ്ടിട്ട് നിൽക്കുക. കാരണം എന്താണെന്നറിയോ, റസൂൽ പൂക്കുട്ടി അങ്ങണം സജ്നക്കെതിരെ ഏതെങ്കിലും രീതിയിൽ തിരിഞ്ഞെന്നങ്ങനെ കണ്ട പിന്നെ റസൂൽ പൂക്കുട്ടി പോയി ആത്മഹത്യ ചെയ്താൽ മതി. അതുകൊണ്ടിട്ട് റസൂൽ പൂക്കുട്ടി പേടിച്ച് മുള്ളി ഇങ്ങനെ ഇരിക്കും. റസൂൽ പൂക്കുട്ടി മുള്ളി ഇരിക്കുന്നതോറും റസൂൽ പൂക്കുട്ടിയുടെ ഭാര്യനെ റസൂൽ പൂക്കുട്ടി കൊന്നുകൊണ്ടിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളാരും അല്ല ഒന്നും ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ആ സ്ത്രീയുടെ അവസ്ഥ ആലോചിച്ചിട്ട് നമുക്ക് പ്രശ്നമുണ്ട്. എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ അടുത്ത് അവരുടെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറയാണ് അവര് വലിയ പ്രശ്നത്തിലാണെന്ന്. അവരുടെ അവസ്ഥ ഭയങ്കര ഡേഞ്ചറാണ് ദിയ. ഇവിടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ അവർക്ക് വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഒരു രീതിയിൽ അവർക്ക് മാനസികമായിട്ട് ഓക്കെ അല്ല അവര്. എനിക്ക് സങ്കടമുണ്ട് ഗൈസ്, എനിക്ക് വളരെ വലിയ സങ്കടമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ് ഷാദിത്ത, ഞങ്ങളെ കൊണ്ടൊന്നിനും പറ്റില്ല. ഈ സ്ത്രീ ഈ പുരുഷനും കാണിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികേട്ടിന് എനിക്ക് സംസാരിക്കാൻ നിവൃത്തിയില്ല. എന്റെ കാര്യമല്ലേ ഞാൻ ആദ്യം ക്ലിയർ ചെയ്യേണ്ടത്. ഞാനല്ലേ സമൂഹത്തിന്റെ മുമ്പിൽ അപമാനിക്കപ്പെട്ടത്. ഈ കണ്ട കാട്ടവരാതം മുഴുവനും കാണിച്ചുകൊണ്ടിരിക്കണ ഇവളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഞാനല്ലേ അപമാനിക്കപ്പെട്ടത്. എവിടെ റസൂൽ പൂക്കുട്ടിയും സജ്ന എവിടെ? ദിയാസനെ പൊക്കിക്കൊണ്ടുവരാൻ ആൾക്കാർ. ദിയാസനയ്ക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ഞാൻ അംഗീകരിച്ചു. നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ടിനൊക്കെ വളരെയധികം നന്ദി. എനിക്ക് പേഴ്സണലി തരുന്ന മെന്റൽ ഹെൽത്തിന് വളരെയധികം നന്ദി. എന്നെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് എൻ്റെ കൂടെ വന്ന് നിൽക്കുന്ന, എന്നെ കാണാൻ വരുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. ബട്ട് ഇതെല്ലാം അനുഭവിക്കുന്നത് ഞാൻ മാത്രമാണ്. ഇതെല്ലാം ഫേസ് ചെയ്യുന്നത് ഞാൻ മാത്രമാണ്. പക്ഷേ സജ്ന കളിച്ച ആള് തെറ്റിപ്പോയി. സജ്ന വിചാരിച്ചത് ഇപ്പൊ എന്നെ ഒതുക്കി തൂഫാനിലിരുത്താൻ. നീ മുഖ്യമന്ത്രിക്ക് കൊണ്ടുപോയി ഒരു പരാതി കൊടുത്ത്. സജ്ന തുടക്കമിട്ട സ്ഥലം നിങ്ങൾ ആലോചിച്ചോണം. മുഖ്യമന്ത്രിക്ക് കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തെന്താണെന്നറിയാം, എന്റെ അക്കൗണ്ട് ഹാക്കായെന്ന്. മുഖ്യമന്ത്രിയോട് ഞാൻ പറയാണ്, ആ പരാതിയിന്മേൽ അന്വേഷണം നടത്തണം മുഖ്യമന്ത്രി. അവൾ തന്ന പരാതിയിന്മേൽ അന്വേഷണം നടത്തണം. അപ്പോഴാണ് പ്രോക്സി അഡ്രസ്സൊക്കെ വെച്ചിട്ട് ഇവള് തന്നെയാണ് അതിന്റെ കാരണക്കാരി എന്ന് മനസ്സിലാവുന്നത്. കാരണം ഇവളുടെ അക്കൗണ്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ പോസ്റ്ററുമായിട്ട് വരുമല്ലോ. ഇതെല്ലാം റസൂൽ പൂക്കുട്ടിയായിട്ട് പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അയാളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാ, അല്ലെങ്കിൽ അയാളെ കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാ. ഇയാൾ ഇത് പേടിച്ചിട്ട് എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവൾ ഈ സാധനം ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് നേരെ വന്നിട്ട് അടുത്ത നാടകം. ഈ നാടകത്തിൽ ഇവൾ എന്ത് ചെയ്തു, ബാക്കിയുള്ളവർ എന്റെ പുറകിൽ നിന്ന് കുത്തി മറ്റത് മറിച്ചത്. ഇവള് കാണിച്ച തെമ്മാടിത്തരം കാരണം എനിക്ക് ഇവളടുത്ത് സഹായിക്കാൻ പറ്റാതായി. ഇവളെ ഞാൻ ബ്ലോക്ക് ചെയ്തു. 6-ാം തീയതി ബ്ലോക്ക് ചെയ്തു. അതെല്ലാം എന്റെ ഫോണിലുണ്ട്. 6-ാം തീയതി ബ്ലോക്ക് ചെയ്ത് ഇന്നലെ അൺബ്ലോക്ക്ഡ് ആയിപ്പോയ സാഹചര്യത്തെ പറ്റി ഞാൻ പറയുന്നത്. ഒരിക്കൽ പോലും ഇതാക്കില്ല. അതിനെക്കാട്ടിലും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇവള് ഞങ്ങൾ വഴി കണക്റ്റഡ് ആയിട്ടുള്ള കുറെ സുഹൃത്തുക്കളുണ്ട് സിറ്റിക്കകത്ത്. ഇവിടെ മാത്രമല്ല, പുറത്തുമുള്ള ആൾക്കാരുണ്ട്. എറണാകുളത്തുള്ളവരുണ്ട്, കോഴിക്കോടുള്ളവരുണ്ട്. എന്റെ സുഹൃത്തുക്കളെ മുഴുവനും വിളിച്ചിട്ട് ഹെൽപ്പ് ചോദിക്കുക. എത്ര നാണമുണ്ട് ഇവക്ക്, ഉളുപ്പുണ്ടോ ഇവക്ക്? കാരണം ഒരു മനുഷ്യനും ഇവളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ശരിക്കും ഒരു മനുഷ്യനും സപ്പോർട്ട് ചെയ്യുന്നില്ല ഗൈസ്. ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത് പണക്കൊഴുപ്പ് കാണിച്ചിരിക്കുന്ന റസൂൽ പൂക്കുട്ടിയും ഹൈക്കോടതിയിലെ കുറെ വക്കീലന്മാരും. ഓക്കെ, വലിയ രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്തോ ഓലത്തി ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞിട്ട് നല്ല പണിയെടുക്കുന്നുണ്ട്. ഉണ്ടാക്കിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. എവിടെ ഈ സാധനം ഒന്നും നിർത്താനേ പോകുന്നില്ല, പറഞ്ഞുകൊണ്ടിരിക്കും.
കാരണം മിണ്ടാതെ കുടുംബവും കാര്യങ്ങളും ആയിട്ട് ഒരു പ്രശ്നത്തിൽ ഇപ്പൊ തൽക്കാലം ഞാൻ വലിയ വിഷയങ്ങളൊന്നും വരില്ല. ഞാൻ ഈ പൊളിറ്റിക്കൽ വിമർശനങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ RSS ഇന്ന അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇവരുടെ വിരുദ്ധ പ്രശ്നങ്ങളൊക്കെ ഭയങ്കര പ്രോബ്ലമാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിലൊക്കെ ഞാൻ റിയാക്ട് ചെയ്യുന്ന ഒരു വിഷയങ്ങളല്ലാതെ ഞാൻ വലുതായിട്ട് പബ്ലിക്കിൽ വലിയ പ്രശ്നം ഉണ്ടാക്കാനും ഞാൻ വലിയ വേറൊരു സാഹചര്യത്തിലോട്ടൊന്നും ഞാൻ സാധാരണ ഇപ്പൊ പോവലില്ല അധികം.